ഗാസയിൽ സമാധാനത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ആണ് ഹമാസ് ഇതിനോട് ഏതാണ്ട് ഒരു യോജിപ്പ് പ്രകടിപ്പിച്ചത്. പക്ഷേ ഇതിനോട് മുഖം തിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിൽ നടത്തുന്ന ആക്രമണം ഒഴിവാക്കാൻ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതുവരെ ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഹമാസിനും നിലവിൽ സമാധാന നീക്കങ്ങളോട് താൽപ്പര്യമുണ്ട്. ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയാത്തതിനാൽ ഭരണകൂടത്തിനെതിരെ ഇസ്രായേൽ ജനതയും തിരിഞ്ഞിരിക്കുകയാണ്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇത് ഇപ്പോൾ സമാധാനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഹമാസാണ്. ദിവസേന നൂറുകണക്കിന് ആളുകളാണ് അവിടെ പലസ്തീനിൽ കൊല്ലപ്പെടുന്നത്. ഇസ്രായേൽ പക്ഷേ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴത്തെ ബന്ദികളെ മോചിപ്പിക്കുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങളിലോട് ഇസ്രായേൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? രഞ്ജിത്ത്, ഗസയിൽ സംഘർഷം ലഘൂകരിക്കപ്പെടുന്നില്ല എന്നത് മാത്രമല്ല, അത് മൂർച്ഛിക്കുകയുമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 60 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. പലസ്തീന് മേൽ വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും നിലകൊള്ളുന്നത്. ഒരു തരത്തിലുള്ള അനുരഞ്ജന ചർച്ചകൾക്കും ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥം വഹിച്ച് ചില ഫോർമുലകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഇപ്പോൾ മുഖവിലേക്കെടുക്കുകയോ അത് ചെവിക്കൊണ്ട് ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്താനും ഇസ്രായേൽ തയ്യാറാകുന്നില്ല. മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹു ഗസയുടെ ഏറ്റവും സുപ്രധാന ഭാഗങ്ങൾ പിടിച്ചെടുക്കുക എന്ന ഒരു നിർണായക തീരുമാനത്തിലുമാണ്. അവിടെയും രാജ്യത്ത് നിന്ന് നെതന്യാഹുവിനെതിരെ വലിയ എതിർപ്പുകൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം 50ഓളം പേരെ ബന്ദികളാക്കി ഹമാസ് വെച്ചിട്ടുണ്ട്. ഇവരുടെ ജീവനുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന നിലയുണ്ടായതും ഭരണകൂടത്തിനെതിരെ അവർ ഈ പ്രതിഷേധ സമരവുമായി രംഗത്ത് വരുന്നതും. ഇതിൽ 20 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അവശേഷിക്കുന്നവരുടെ ജീവനെങ്കിലും രക്ഷിക്കണമെന്ന ആവശ്യവുമായാണ് ഈ ജെറുസലേമിന് സമീപത്തെ തെരുവുകളിലേക്ക് ജനങ്ങൾ എത്തുന്നത്. ടെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഈ പ്രതിഷേധം വ്യാപിക്കുന്നുമുണ്ട്. അവിടെ നെതന്യാഹുവിന് മേൽ അങ്ങനെ ഒരു സമ്മർദ്ദം കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും ഈ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താനോ അങ്ങനെ ഒരു ഒത്തുതീർപ്പിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ ഒരു സമവായത്തിൻ്റെ വഴിയിലേക്ക് പോകാനോ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 24 മണിക്കൂറിന് മരണത്തിൻ്റെ കണക്കാണ് നമ്മൾ ഈ 60 എന്ന് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഏതാണ്ട് 300-നടുത്ത് മരണങ്ങൾ സംഭവിക്കുന്നു. ഇതിൽ 100-ലധികം പേരും കുട്ടികളാണ് എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. നേരത്തെ മാധ്യമപ്രവർത്തകരടക്കം അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഹമാസുമായി ഒരു ഒത്തുതീർപ്പിനുമില്ല എന്ന നിലയിലേക്ക് പോകുമ്പോൾ UAE ഉൾപ്പെടെ അങ്ങനെയുള്ള അറബ് രാജ്യങ്ങൾ പലസ്തീന് കുടിവെള്ളം ഉൾപ്പെടെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അത് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല. ദീർഘകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടിൽ ഇസ്രായേൽ നിൽക്കുകയും ചെയ്യുന്നു. അമേരിക്കയാകട്ടെ പലസ്തീനിൽ നിന്നുള്ള വിസ അത് തടഞ്ഞിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് പലസ്തീനിൽ നിന്നുള്ള ആളുകൾ എത്തുന്നത് അതിനൊരു വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് സന്ദർശക വിസ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ആ നിലയ്ക്കുള്ള നീക്കവുമായി പോകുന്നു. നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് ഇപ്പോൾ റഷ്യയും യുക്രൈനുമായ ഒരു യുദ്ധം നടക്കുമ്പോൾ അവിടെ യുക്രൈൻ്റെ ഭാഗത്ത് അതിശക്തമായി നിലയുറപ്പിച്ച് ട്രംപ് വലിയൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്നു. ഇന്ത്യയോടക്കം പറയുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, സമാധാനമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന്. എന്നാൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു നിലപാടില്ല. നമുക്കതറിയാം, ചരിത്രപരമായ പല കാരണങ്ങളുണ്ട്. എങ്കിൽ തന്നെയും കുഞ്ഞുങ്ങളടക്കം ഗസയിൽ മരിച്ചു വീഴുമ്പോൾ, പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ, ആഹാരം തേടി പോകുന്നവരെ ഇസ്രായേൽ സേന വെടിവെച്ച് കൊല്ലുമ്പോൾ ഇതെല്ലാം അമേരിക്ക കൂടി കണ്ടു നിൽക്കുകയാണ്. ഏതായിരുന്നാലും ലോകത്തിന് മുന്നിൽ വലിയൊരു വേദനയായി ഗസയിലെ സാഹചര്യം മാറുന്നുണ്ട്. തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സമാധാന ശ്രമങ്ങൾ എങ്ങും എത്തുന്നില്ല എന്നുള്ളതാണ് ഗസയിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടായത്. ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ സമാധാന പ്രഖ്യാപനമുണ്ടായില്ല. വെടിനിർത്തലടക്കമുള്ള പ്രഖ്യാപനങ്ങളും കൂടിക്കാഴ്ചയിൽ സംഭവിച്ചില്ല. എന്നാൽ യുക്രൈന് ഭാവിയിൽ സുരക്ഷാ ഉറപ്പ് നൽകാൻ ധാരണയായി എന്നാണ് വിവരം. വെടിനിർത്തലടക്കം ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക, റഷ്യ, യുക്രൈൻ ത്രികക്ഷി സമ്മേളനം ചേരാനും തീരുമാനമായി. സമാധാന ശ്രമത്തിന് ട്രംപിന് നന്ദി അറിയിച്ച സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും സഹായം ആവശ്യപ്പെട്ടു. താൽക്കാലികമായ യുദ്ധവിരാമമല്ല, ശാശ്വതമായ സമാധാനമാണ് യുക്രൈൻ ആഗ്രഹിക്കുന്നതെന്ന് സെലൻസ്കി വ്യക്തമാക്കി. ത്രികക്ഷി സമാധാന ചർച്ചകൾക്ക് തയ്യാറെന്നും സെലൻസ്കി ട്രംപിനെ അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സമാധാനം ആഗ്രഹിക്കുന്നതായി ട്രംപ് മറുപടി നൽകി. യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനും റഷ്യയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി.
ചർച്ചയ്ക്കിടെ പുടിനുമായി 40 മിനിറ്റോളം ട്രംപ് ഫോണിൽ സംസാരിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ആദ്യഘട്ടമായി പുടിനും സെലൻസ്കിയുമായുള്ള നേർക്കുനേർ ചർച്ചയ്ക്ക് വേദിയൊരുക്കും. അതിനുശേഷം ത്രികക്ഷി ചർച്ചകൾ നടക്കും. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും യുക്രൈന് സുരക്ഷ ഉറപ്പാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ അഭിനന്ദിച്ചു. അടുത്ത ചർച്ചയിൽ തന്നെ വെടിനിർത്തൽ സംബന്ധിച്ച് ധാരണയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇത്തവണ വെടിനിർത്തൽ തീരുമാനമായില്ലെങ്കിലും ചർച്ച ഫലപ്രദമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.